ഈ 2021 കേന്ദ്ര ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനത്തും ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ചിട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. സർ, എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെയും കൃത്യമായ മേൽവിലാസമില്ലാതെയും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ സംസ്ഥാനത്ത് ഇപ്പോഴും സജീവമാണ്. ഇതിൽ കൂടുതൽ ഉൾപ്പെടുന്നവർ സർ ചെറുപ്പക്കാരാണ്. അവരുടെ പർച്ചേസിങ് ഹാബിറ്റ് തന്നെ മാറി. ഡയറക്റ്റ് ഷോപ്പിലേക്ക് പോകുന്നില്ല, വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരൊക്കെ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് എത്തിപ്പോകുന്നത്. സർ, അപ്പോൾ ഇതുവരെ ഈ മോശമായിട്ടുള്ള കമ്പനികൾ അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റ് മോണിറ്ററിംഗ് സെറ്റിലുണ്ടായിരിക്കും. അത് പ്രസിദ്ധീകരിക്കുമോ? മോശമായ കമ്പനികളെയും ചീത്ത കമ്പനികളെയും സർ വേറിട്ട് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ഞാൻ നേരത്തെ വിശദീകരിച്ചു ആ വിഷയം. ഈ സംവിധാനം നമ്മൾ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. ഇത് ആരംഭിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. യഥാർത്ഥ ഉപഭോക്താവിന് അടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്നും എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം പ്രസിദ്ധീകരിക്കുന്നതാണ്.